മക്കളെ 31st January ഷിഫ്റ്റ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ഏത് ചാപ്റ്റർ ആണ് നോക്കിയേ? സീക്വൻസ് ആൻഡ് സീരീസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് സെക്കൻഡ്, 8th, 44th term of a non-constant AP റെസ്പെക്റ്റീവ്ലി ഫസ്റ്റ് സെക്കൻഡ് ടേം ഓഫ് ദ GP, ഫസ്റ്റ് ടേം ഓഫ് AP തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ APയിലെ 20 ടേംസിന്റെ സം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ടേം നോക്കിക്കോളൂ മക്കളെ, നമുക്ക് ഡയറക്റ്റ് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ടേം ഈസ് A പ്ലസ് D. A ഫസ്റ്റ് ടേം, D കോമൺ ഡിഫറൻസ്. 47th term is A plus 7D. And 44th term is A plus 43D. ഓക്കെ, ഇത് GPയിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം ആണ്. അത് മനസ്സിലാക്കണം. അപ്പൊ ഇത് GPയിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം ആണ്. ഇത് GPയിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം ആണെങ്കിൽ AR സെക്കൻഡ് ടേം, AR സ്ക്വയർ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, A പ്ലസ് D എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ A ആണ്. AR എന്ന് പറയുന്നത് A പ്ലസ് 7D ആണ്. AR സ്ക്വയർ എന്ന് പറയുന്നത് A പ്ലസ് 43D ആണ്. If the first term of the AP is AP എത്ര തന്നിട്ടുണ്ട്? 1 തന്നിട്ടുണ്ട്. അപ്പൊ A പ്ലസ് D എന്ന് എഴുതണ്ട അല്ലെ, 1 പ്ലസ് D അല്ലെ, 1 പ്ലസ് 7D ആൻഡ് 1 പ്ലസ് എത്ര D? 43D എന്ന് പറയുന്ന ഈ മൂന്നെണ്ണം GPയിലെ ആദ്യത്തെ 3 ടേം ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ GPയിൽ ആദ്യത്തെ 3 ടേം ആണെങ്കിൽ ആ GP, അപ്പൊ നമുക്കറിയാലോ ഇത് GPയിലാണെന്ന് ഉറപ്പല്ലേ. ഇത് GPയിലാണ് എന്നുണ്ടെങ്കിൽ ആ GPന്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ആണ്. 1 പ്ലസ് 7D ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് D ആണ്. ഈക്വൽ ടു ഇതേ കോമൺ റേഷ്യോ തന്നെയാണ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം. 1 പ്ലസ് 43 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 7D. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടും? ഡിയുടെ വാല്യൂ കിട്ടും. ആ D കിട്ടിക്കഴിഞ്ഞാൽ APന്റെ ഫസ്റ്റ് ടേമും ഉണ്ട് കോമൺ ഡിഫറൻസുമായി. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കുക. അതാണ് ഐഡിയ. ഓക്കെ, ഇനി അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ മക്കളെ. 1 പ്ലസ് 7D ഇൻറ്റു 1 പ്ലസ് 7D എന്ന് പറയുന്നത് 1 പ്ലസ് 7D ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 43D ഇൻറ്റു 1 പ്ലസ് D. ഓക്കെ, യെസ്. ഇനി 1 പ്ലസ് 7, 1 പ്ലസ് വേഗം ചെയ്തോ, 1 പ്ലസ് 14D പ്ലസ് 49D സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എത്ര D പ്ലസ് 43D ആണ്. അപ്പൊ അത് 44D സ്ക്വയർ അല്ലെ, പ്ലസ് 44D പ്ലസ് 43D സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? 49 മൈനസ് 43, അപ്പൊ 6D സ്ക്വയർ. 6D സ്ക്വയർ 14D മൈനസ് 30, അപ്പൊ മൈനസ് 30D. 1ഉം 1ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഈക്വൽ ടു 0 വന്നു. അപ്പൊ D കോമൺ ഫാക്ടർ എടുക്കുക. അപ്പൊ D ഇൻറ്റു 6D മൈനസ് 30 ഈസ് ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ D ഈസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് D ഈസ് ഈക്വൽ ടു 5 ആണ്. പക്ഷെ D 0 എടുക്കരുത്. കാരണം എന്താണ്? ഇത് നോൺ കോൺസ്റ്റന്റ് AP ആണ്. D 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാ ടേമും സെയിം അല്ലടോ. അപ്പം നോൺ കോൺസ്റ്റന്റ് AP ആയതുകൊണ്ട് ഇൻക്രീസിങ് AP ആണത്. D എന്തായിരിക്കണം? 5 ആയിരിക്കണം. കോമൺ ഡിഫറൻസ് 5 ആണ്. APന്റെ ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് 5ഉം ഫസ്റ്റ് ടേം 1ഉം ആണെങ്കിൽ സം ഓഫ് എന്താ ചോദിച്ചത്? സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ S20 ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 20 ടേമിന്റെ സം അല്ലേ, 20/2 10 ഇൻറ്റു 2A പ്ലസ് 2 പ്ലസ് n മൈനസ് 1, 20 മൈനസ് 1 19 ഇൻറ്റു 5. അപ്പൊ നമുക്ക് 970 കിട്ടും. 19 ഇൻറ്റു 5 എന്ന് പറയുന്ന സമയത്ത് 95 പ്ലസ് 2 97 ഇൻറ്റു 10. അപ്പൊ നമുക്ക് 970 കിട്ടും. 970 is option
4. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഓക്കെ, സെറ്റ് അല്ലേ?